കഴിഞ്ഞ ജനുവരി 24 STA തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 8 ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഇറങ്ങിയ സർക്കുലർ പ്രകാരം സ്റ്റേജ് ഗാരേജ് ബസ്സിൽ നിലവിലുള്ള 4 ക്യാമറയ്ക്ക് പുറമെ 5ാമത് ഒരു ക്യാമറ കൂടി വെക്കണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 5ാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ സെൻസർ ക്യാമറയാണ്. അപ്പോൾ അത് വെക്കാൻ അവർ നിർബന്ധിക്കുന്നത് ഡ്രൈവർമാർ രാത്രി ഉറങ്ങുമ്പോൾ അലാറം അടിക്കാനാണ് എന്നാണ് പറയുന്നത്. അതായത് 1 കോടിയോളം വാഹനങ്ങളുള്ള കേരളത്തിൽ ഈ 7000-ൽ താഴെ മാത്രമുള്ള സ്വകാര്യ ബസ്സുകൾ, സ്റ്റേജ് ഗാരേജ് ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ 7000 ഉള്ളൂ. ഈ 7000 ബസ്സുകളിൽ ക്യാമറ വെച്ചാൽ ഡ്രൈവർമാർ ഉറങ്ങുന്നത് കൊണ്ടുള്ള അപകടം കുറയുമെന്നാണ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഗാരേജ് ബസ് ചരിത്രത്തിൽ ഇന്ന് വരെ രാത്രി ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം ഉണ്ടായ ചരിത്രമില്ല. ഇപ്പം നൈറ്റ് സർവീസ് നടത്തുന്ന അത്തരം ബസ്സുകളിലോ ലോറികളിലോ ഒക്കെ അത് വെക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ന്യായം ഉണ്ടെന്ന് കരുതാം. ഈ സ്റ്റേജ് ഗാരേജ് ബസ്സുകൾ പകല് രാവിലെ 5 മണി മുതലോ 6 മണി മുതലോ തുടങ്ങി രാത്രി 8 മണി 7 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആൾട്ട് ചെയ്യുന്ന ഈ ബസ്സുകളിൽ ഡ്രൈവർമാർ രാത്രി ഉറങ്ങുന്നത് നോക്കാൻ അല്ലെങ്കിൽ അത് ഉറങ്ങുമ്പോൾ അലാറം അടിക്കാൻ ക്യാമറ വെക്കണമെന്ന് പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. മാത്രമല്ല ഇപ്പം നിലവിലെ 4 ക്യാമറ വെക്കാൻ പറഞ്ഞതിന് തന്നെ ഓരോ വസ്തുവിന് 20,000 25,000 രൂപ ചെലവഴിക്കണം. അതിന് പുറമെ ഈ ഡിറ്റക്ഷൻ സെൻസർ സെന്റർ ക്യാമറക്ക് മാത്രം ഒരു 20,000 25,000 രൂപ വീണ്ടും ചെലവാക്കണം. അപ്പോൾ അത് സാമ്പത്തികമായി ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല അതൊരു ന്യായമില്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് ഈ സെൻസർ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർമാർ ഉറങ്ങണം നോക്കാൻ ഉള്ള ക്യാമറ വെക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും ബസ് ഉടമകൾക്കോ ബസ് ജീവനക്കാർക്കോ അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. അത് മാത്രമല്ല ഈ തരത്തിലുള്ള ഈ സെൻസർ ക്യാമറ കേരളത്തിൽ ആകെ 1-2 ആളുകളാണ് അതിൻ്റെ ഏജൻസികളുള്ളത്. അപ്പോൾ അത്തരം ഏജൻസികൾ പോലും ഈ തീരുമാനത്തിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ഒന്ന് പരിശോധിക്കണം. ആ തീരുമാനം പിൻവലിക്കണം. ഒരിക്കലും ഞങ്ങളുടെ ബസ്സിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാരൊന്നും രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി രാത്രി സർവീസ് നടത്തുന്നവരല്ല. അതുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ച് അത് മറ്റു വാഹനങ്ങൾക്ക് നിലനിർത്തണ്ടേ എന്നുള്ളത്. പക്ഷെ സ്റ്റേജ് ഗാരേജ് ബസ്സുകൾക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്ത് ന്യായമാണ്? ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ബസ് ഓപ്പറേറ്റർ ഫെഡറേഷൻ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു.